ഒരമ്മച്ചിക്ക് പ്രായമായി. ആ അമ്മച്ചിക്ക് വല്ലാത്ത പേടിയാവുന്നുണ്ട് പോലും. വല്ലാത്ത ഭയമാണ്. രാത്രിയൊന്നും ഉറങ്ങാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിലും ഈ അടുത്ത കാലത്തായി സംഖ്യകൾക്കും കൃസംഖ്യകൾക്കുമൊക്കെ പലപ്പോഴും ഭയങ്കര പേടിയാണ്. ഏതെങ്കിലും ഭൂതപ്രേത പിശാചുകളെ കണ്ടിട്ടൊന്നുമല്ല ഇത്തരത്തിൽ പേടിയൊക്കെ തോന്നുന്നത്. നേരെ മറിച്ച് തൊപ്പി കാണുമ്പോൾ, താടി കാണുമ്പോൾ, ഇതൊക്കെ കാണുമ്പോഴാണ് ഇത്തരം വർഗീയവാദികൾക്ക് വല്ലാതെ ഭയമുണ്ടാകുന്നത്. അല്ലെങ്കിൽ മനസ്സിൽ വർഗീയതയും വിദ്വേഷവും പേര് നടക്കുന്ന ആളുകൾക്ക്, വർഗീയത മാത്രം പറയുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ ഈ തൊപ്പിയും താടിയും ഒക്കെ കാണുമ്പോൾ വല്ലാത്ത ഭയമുണ്ടാകാറുണ്ട്. അത്തരത്തിൽ മനസ്സിൽ വർഗീയത കൊണ്ട് നടക്കുന്ന ഒരു അമ്മച്ചിക്ക് പേടി തോന്നാനുള്ള കാരണം എന്താണെന്ന് കേൾക്കണ്ടേ? കണ്ടു നോക്ക്. ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം, ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ? ഇതിനെയൊക്കെ അതായത് ഇതൊക്കെ മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും, പേടി വരും. ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത്? മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുതെന്ന്. നോക്കൂ, ഈ സ്ത്രീയുടെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ എത്രത്തോളം വർഗീയ വിഷം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആ സ്ത്രീയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പണ്ഡിതനെക്കുറിച്ച്, ഒരു മുസ്ലിം പണ്ഡിതനായ ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന വാക്കുകളാണ് ഈ സ്ത്രീ. അദ്ദേഹത്തെ കണ്ടിട്ട് ഈ സ്ത്രീക്ക് പേടിയാകുന്നുണ്ട് എന്ന് പോലും. അമ്മച്ചിക്ക് ഇവരെ കണ്ടാലൊന്നും പേടിയാകില്ല. ഇവരൊക്കെ നല്ല വൃത്തിയിലും വെടിപ്പിലുമൊക്കെ നടക്കുന്നവരാണല്ലോ. ഇവരുടെ അടുത്ത് നല്ല സുഗന്ധമാണല്ലോ വീശുന്നത്. പച്ചമാംസം, മനുഷ്യന്റെ പച്ചമാംസം ഭക്ഷിക്കുന്ന ആളുകളാണ്, അഘോരികളാണ് ഇവരൊക്കെ. ഇവരെ കണ്ടാലൊന്നും അമ്മച്ചിക്ക് പേടി തോന്നാറില്ല. നേരെ മറിച്ച് നല്ല വെള്ള വസ്ത്രവും നല്ല സുഗന്ധം പൂശി വൃത്തിയായി നടക്കുന്ന ഒരു മതപണ്ഡിതനെ കാണുമ്പോൾ അമ്മച്ചിക്ക് പേടിയാവുന്നുണ്ടത്രേ. ഈ അസുഖം മറ്റൊന്നാണ്, വർഗീയത. അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. സ്വയം മനസ്സറിഞ്ഞ് നന്നാവേണ്ട കാര്യമാണ്. നോക്കൂ, ഈ സ്ത്രീയെ പേടിപ്പിക്കാൻ മാത്രം ഖലീൽ ബുഖാരി തങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല, ആരും ചെയ്യുകയുമില്ല. പക്ഷേ ഇതിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയില്ലെങ്കിൽ പോലും മുസ്ലിമീങ്ങളെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച് ഇങ്ങനെ വർഗീയത ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഇവറ്റകൾക്ക് ഉറക്കം വരാറില്ല. ഖലീൽ ബുഖാരി തങ്ങളെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്, അദ്ദേഹത്തെ ബോഡി ഷേമിങ് ചെയ്യുകയാണ്. അല്ലെങ്കിലും ഇത്തരം വർഗീയവാദികളായ സംഘികൾക്കും കൃസംഘികൾക്കുമൊക്കെ ആശയപരമായി നേരിടാൻ നട്ടിലില്ലാതെ വരുമ്പോൾ ഇത്തരത്തിൽ ഇവറ്റകൾ ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ് മറ്റുള്ളവരെ കളിയാക്കുക, പരിഹസിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന് മനുഷ്യനായിട്ട് പോലും കാണാൻ കഴിയില്ല എന്നാണ് ഈ അമ്മച്ചി പറഞ്ഞു വയ്ക്കുന്നത്. നോക്കൂ, നിങ്ങൾ മനുഷ്യനായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുള്ള യാത്രയിലാണ്. അതൊന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ആ കേരള യാത്ര മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കമെന്ന് പറയുന്നത് മനുഷ്യർക്കൊപ്പം എന്നാണ്. മുസ്ലിമീങ്ങൾക്കൊപ്പം എന്നല്ല, മനുഷ്യർക്കൊപ്പം. അതിൽ മുസ്ലിമീങ്ങൾ പെടും, ഹിന്ദുക്കൾ പെടും, ക്രിസ്ത്യാനികൾ പെടും, മതമുള്ളവനും മതമില്ലാത്തവനും അടക്കമുള്ള എല്ലാ ആളുകളും ഉൾപ്പെടും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ അമ്മച്ചിയെ പോലെയുള്ള, സ്ത്രീയെ പോലെയുള്ള വർഗീയവാദികൾ വർഗീയതയും ജാതിയും മതവും പറഞ്ഞ് മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു യാത്രയാണ് കേരള യാത്ര. അതിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാകട്ടെ മനുഷ്യർക്കൊപ്പം എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തിയാണ് ഇത്തരത്തിൽ മറ്റു മതത്തിൽപ്പെട്ട അവിടുത്തെ പണ്ഡിതന്മാരെക്കുറിച്ച് ഇത്തരത്തിൽ ബോഡി ഷേമിങ് ചെയ്ത് കഴിഞ്ഞാൽ, കളിയാക്കി കഴിഞ്ഞാൽ, പരിഹസിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമാണ്. ഇവിടെ ആർക്കും എന്തും പറയാമെന്നുള്ള രീതിയിലേക്കായി. നിയമങ്ങൾ നോക്കുകുത്തികളായി നിൽക്കുന്ന കാലഘട്ടമാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനു മുമ്പും നിരന്തരമായിക്കൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ, കളിയാക്കലുകളുണ്ടായി. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നിരന്തരമായി ഇത്തരം പ്രവണതകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ആ സ്ത്രീ മൊബൈലിൽ ഒരു ദൃശ്യം കാണിക്കുന്നുണ്ട്. അത് ഖലീൽ ബുഖാരി തങ്ങൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മീഡിയ വൺ കൊടുത്ത ഒരു ന്യൂസ് കട്ടിൻ്റെ ഭാഗമാണ്. ഈ അടുത്ത 2 ദിവസങ്ങളിലായി മാറാട് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായി. ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു പത്രസമ്മേളനത്തിനിടെ ഒരു മാധ്യമ പ്രവർത്തകൻ ഖലീൽ ബുഖാരി തങ്ങളോട് ഈ കലാപത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. എൻ്റെ പരിസരത്താണ് മാറാട്, ബേപ്പൂര് പരിസര പ്രദേശങ്ങളെല്ലാം ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണ്. എത്രയോ കഴിഞ്ഞ്, വിധികൾ കഴിഞ്ഞു. ഇനി ഇത്യാദി വിഷയങ്ങൾ വീണ്ടും ഓർമ്മയിലെടുത്ത് മനുഷ്യ മനസ്സുകൾ വേദനിപ്പിക്കാതിരിക്കലാണ്, ചർച്ചയിലേക്ക് പോകാതിരിക്കലാണ്
മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഞങ്ങൾ പോലും മറന്നുപോയ വിഷയമാണ്. മാറാട് കലാപം വീണ്ടും പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മറക്കാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അത് ഓർത്തോർത്ത് പിന്നീട് വീണ്ടും മനുഷ്യ മനസ്സുകൾക്കിടയിൽ വർഗീയതയും വിദ്വേഷവും കുത്തിനിറച്ച് വീണ്ടും മറ്റൊരു കലാപത്തിലുള്ള കോപ്പ് കൂട്ടണോ? അത്തരമൊരു കലാപം ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുതെന്നാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത്തരം വർഗീയവാദികൾക്ക് അങ്ങനെയല്ല. അവരുടെ അജണ്ട പ്രകാരം, അവരുടെ താല്പര്യപ്രകാരം ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കണം. മതം പറഞ്ഞ്, ജാതി പറഞ്ഞ് പഴയ മാറാട് കലാപത്തിൻ്റെ കഥകളൊക്കെ എടുത്ത് വീണ്ടും ചർച്ച ചെയ്ത് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും എല്ലാ മതക്കാരും ചേർന്ന് ഇവിടെ പരസ്പരം തമ്മിലടിക്കണം. അതാണ് അവരുടെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ 2002-ലും 2003-ലുമായി നടന്ന ഒരു കലാപമാണ് മാറാട് കലാപം എന്ന് പറയുന്നത്. ചെറിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നം പിന്നീട് വലിയൊരു വർഗീയതയായി മാറുകയായിരുന്നു. അതിൻ്റെ പേര് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഹിന്ദുക്കളിൽ നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. രണ്ടുപേർ തമ്മിലുണ്ടായ ചെറിയൊരു പ്രശ്നം, ഒരു വാക്ക് തർക്കം, അതാണ് പിന്നീട് വലിയൊരു കലാപത്തിലേക്ക് മാറുന്നത്. നമുക്ക് അർജുൻ എന്ന് പറയുന്ന സഹോദരൻ, ഒരുപക്ഷെ നമുക്കാർക്കും ആ സഹോദരനെ മറക്കാൻ കഴിയില്ല. മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടു പോയ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ്റെ മകനെ കാണാൻ നിങ്ങൾക്ക് കണ്ടാൽ പേടി തോന്നുന്നു എന്ന് പറഞ്ഞ ഈ ഖലീൽ ബുഖാരി തങ്ങൾ വീട്ടിലെത്തിയിരുന്നു. ഒരു അപ്പൂപ്പൻ തൻ്റെ ചെറുമകനെ എങ്ങനെയാണോ വാത്സല്യത്തോടുകൂടി ചേർത്തണയ്ക്കുന്നത്, അതുപോലെയായിരുന്നു അർജുൻ്റെ മകനെ ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ ചേർത്ത് പിടിച്ചത്. വാത്സല്യത്തോടുകൂടി തൻ്റെ കൈകളിൽ അണച്ചു ചേർത്ത് പിടിച്ചിരുന്നു. എന്നിട്ട് ചെറുമകന് കൊടുക്കുന്നത് പോലെ വാത്സല്യത്തോടുകൂടി കയ്യിലൊരു തുകയും ഏൽപ്പിച്ചിരുന്നു. തുടർച്ചയായിക്കൊണ്ട് ലോകത്തെ സ്വാധീനിച്ച 500 മുസ്ലിം പ്രതിഭ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു സമസ്തയുടെ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിയുമായ മലപ്പുറം മഅദിൻ അക്കാദമിയുടെ ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ. അദ്ദേഹം സന്ദർശിക്കാത്ത രാജ്യങ്ങളില്ല. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വർഷം തോറും മലേഷ്യ നടന്നുവരുന്ന അന്താരാഷ്ട്ര മതമൈത്രി സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനാണ് അദ്ദേഹം. G20 മതസൗഹാർദ്ദ ഉച്ചകോടിയുടെ ഇന്ത്യയിൽ നിന്നുള്ള പണ്ഡിത പ്രതിനിധി. 2018 ഏപ്രിൽ മാസം ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സമാധാന പ്രവർത്തകർക്കും പണ്ഡിതന്മാർക്കുമായുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രചാരണ പദ്ധതിയിൽ അദ്ദേഹം അംഗമായിരുന്നു. മാർപ്പാപ്പയുടെ നിയന്ത്രണത്തിലുള്ള പോന്തിഫിക്കൽ സെന്റർ ഫോർ ഇന്റർ റിലീജിയസ് ഡയലോഗിന്റെ വത്തിക്കാൻ ആസ്ഥാനത്ത് മതസൗഹാർദ്ദ ചർച്ചവേദിയിൽ ഇന്ത്യൻ പ്രതിനിധിയായി അദ്ദേഹം സംബന്ധിച്ചിരുന്നു. മാത്രമല്ല, നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ മഅദിൻ എന്ന് പറയുന്ന സ്ഥാപനം, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് മഅദിൻ അക്കാദമി എന്ന് പറയുന്നത്. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന കുഞ്ഞുമക്കളെ ഈ മനുഷ്യൻ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധ വിദ്യാഭ്യാസങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ആ മനുഷ്യസ്നേഹിയെക്കുറിച്ചാണ് ഈ സ്ത്രീ ഇത്തരത്തിൽ മോശമായി സംസാരിക്കുന്നത്. ഇവരെ കൊണ്ട് സമൂഹത്തിന് യാതൊരുവിധ ഗുണവുമില്ല, സമൂഹത്തിൽ ഒരു നന്മ ചെയ്യുകയുമില്ല. എന്നാലോ സമൂഹത്തിന് നന്മ ചെയ്യുന്ന മനുഷ്യരെ ആക്ഷേപിക്കലും കളിയാക്കലും പരിഹസിക്കലുമാണ് ഇവരുടെ പ്രധാന ജോലി. ഈ മനുഷ്യനെക്കുറിച്ചാണ് നിങ്ങൾ വേണ്ടാത്തതൊക്കെ പറയുന്നത്. നോക്കൂ, നിങ്ങളിവിടെ എത്ര തന്നെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, എത്ര തന്നെ ഭിന്നതകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, മനസ്സിൽ നന്മയുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്.